നോർക്കയുടെ CEO അജിത് കൊളശ്ശേരിയാണ് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. അവ ഓരോരുത്തരുടെയും വീടുകളിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകണം. അതിൻ്റെ ക്രമീകരണങ്ങൾ മുഴുവൻ പൂർത്തിയായിട്ടുണ്ട്. അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് അദ്ദേഹം കൈരളി ന്യൂസിനോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ മൃതദേഹങ്ങൾ വീട്ടിൽ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. അത് സംബന്ധിച്ച എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം കുവൈറ്റിലെ അപകടത്തിൽ മരണമടഞ്ഞ 23 മലയാളി പ്രവാസികളുടെ ഭൗതിക ശരീരം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും ഈ ഭൗതിക ശരീരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവിടെ ഇപ്പം സന്നിഹിതരായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭൗതിക ശരീരങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക്, അവരുടെ സ്വദേശങ്ങളിലേക്ക് താമസം വിന അയക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും നോർക്ക പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുള്ള ആംബുലൻസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുഗമിക്കാൻ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം താമസം വിന തന്നെ എത്രയും വേഗം ഇതിൽ മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെ ഭൗതിക ശരീരങ്ങൾ അവരുടെ സ്വദേശത്തേക്ക്, ഗൃഹങ്ങളിലേക്ക് അയക്കുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്പവും മുഖ്യമന്ത്രി അവിടെ പറഞ്ഞതാണ് അവരുടെ ധനസഹായം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ് വേണ്ടത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നോർക്കയുടെ ഈ ബന്ധുക്കളുടെ ക്രമീകരണങ്ങളോ അവരെ ആശ്രിതർക്ക് വേണ്ട സഹായം ലഭിക്കുന്നതിനുള്ള എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നോർക്കയ്ക്ക് ചെയ്യാൻ കഴിയുക? ഇന്നലെ സംസ്ഥാന മന്ത്രിസഭയുടെ പ്രത്യേക ക്യാബിനറ്റ് മീറ്റിംഗ് ഈ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോർക്ക അടിയന്തര സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായമായിട്ട് നോർക്ക വഴി 5 ലക്ഷം രൂപയുടെ ധനസഹായം നോർക്കയുടെ എമർജൻസി റിപ്പാട്രിയേഷൻ ഫണ്ടിൽ നിന്ന് വരും. അതോടൊപ്പം തന്നെ നോർക്കയുടെ വൈസ് ചെയർമാനായ MA യൂസഫ് അലി സാറ് 5 ലക്ഷം രൂപ മരണമടഞ്ഞ വ്യക്തികൾക്ക് കുടുംബത്തിന് നോർക്കയിലൂടെ ലഭ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നോർക്കയുടെ ഡയറക്ടറായ ഡോക്ടർ രവി പിള്ള സാറ് 2 ലക്ഷം രൂപ നോർക്ക വഴി ലഭ്യമാക്കും. അങ്ങനെ സംസ്ഥാന സർക്കാർ ധനസഹായവും നോർക്ക ഡയറക്ടർമാരുടെ ധനസഹായവും ചേർത്ത് മരണമടഞ്ഞ വ്യക്തിയുടെ കുടുംബത്തിന് 12 ലക്ഷം രൂപ നോർക്ക വഴി സംസ്ഥാന സർക്കാർ ധനസഹായം ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും ബന്ധുക്കൾക്ക് ലഭിക്കേണ്ട, ആശ്രിതർക്ക് ലഭിക്കേണ്ട ധനസഹായം സംബന്ധിച്ച്, ഒപ്പം തന്നെ അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് ബന്ധുക്കൾക്ക് അവരുടെ ഭൗതിക ശരീരം, മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് നോർക്കയുടെ CEO ആയിട്ടുള്ള അജിത് കൊളശ്ശേരി കൈരളി ന്യൂസിനോട് പങ്കുവച്ചത്. ക്യാമറമാൻ ജയപ്രകാശ് കൊട്ടാരക്കരയ്ക്കൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.